Okay. You can write on the third question. How did numbers come to be used? Numbers came to be used when early man hunted animals for food. And also recorded RECORDED also recorded the number of animals killed. Numbers came to be used when early man hunted animals for food and also recorded the number of animals killed. പണ്ടുള്ള ആൾക്കാര് ഭക്ഷണത്തിന് വേണ്ടി മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു. അപ്പൊ അവരെന്ത് ചെയ്യും? എത്ര ആനിമൽസിനെയാണ് അവർ കൊന്നത്, വേട്ടയാടിയത് എന്ന് റെക്കോർഡ് സൂക്ഷിച്ചിരുന്നു. അങ്ങനെ ആ റെക്കോർഡിലൂടെയാണ് നമ്പർ എന്ന കൺസെപ്റ്റിൽ അവരെത്തിയത് അല്ലെ. അങ്ങനെയാണ് അവർ നമ്പർ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഫോർത്ത് ക്വസ്റ്റ്യൻ. ഗ്രേസ് എഴുതുന്നില്ലേ? Fourth one, what is the India's most important contribution to the world of numbers? അതായത് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ. ഇന്ത്യ നമ്പറിന്റെ സംഖ്യകളിലെ ഇന്ത്യ കൊടുത്ത ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? സീറോ കണ്ടുപിടിച്ചത് ആരാ? ഇന്ത്യക്കാരാണല്ലേ. യെസ്. അപ്പൊ ഇന്ത്യയാണ് സീറോ എന്ന കോൺട്രിബ്യൂഷന്റെ ആൾ. എഴുതുക. ഇന്ത്യസ് മോസ്റ്റ് കോൺട്രിബ്യൂഷൻ ഈസ് India's most contribution to the world. India's most contribution to the world of numbers was the introduction introduction of the concept of zero എന്ന concept അല്ലേ. Then fifth question, how were books made available before the invention of the printing press? പ്രിന്റിംഗ് പ്രസിന്റെ ഇൻവെൻഷനോട് മുമ്പേ ബുക്ക് എങ്ങനെയായിരുന്നു അവൈലബിൾ ആയിരുന്നത്? എങ്ങനെയായിരുന്നു? ഫോം ഓഫ് ടാബ്ലറ്റ് അല്ലേ. കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ ടാബ്ലറ്റിന്റെ രൂപത്തിലല്ലേ. എഴുതണേ. ഫിഫ്ത്ത് വൺ.
before the invention of before the invention of printing press, invention of printing press, the Babylonians, Babylonians, Babylonians and Assyrians, Assyrians, Babylonians and Assyrians inscribed on clay tablets and baked clay tablets le ezhudum adinu shesham adu bake cheyum choodakum baked them to make the pages of book, അത്രയും മതി. ഇനിയും കുറെ ഉണ്ട് കേട്ടോ. അതിനുശേഷം the Egyptians എന്ത് ചെയ്തു? Soot dissolved in water and wrote on sheets made of papyrus and then joined them together with cords to make book. അതിനുശേഷം എന്താ ഈജിപ്ഷ്യൻസ് എന്ത് ചെയ്തു? എന്ത് ചെയ്തു? ഷീറ്റ് ഉണ്ടാക്കി, അതിനെ പാപ്പിറസിന്റെ ഷീറ്റ് ഉണ്ടാക്കിയിട്ട് പിന്നെ കോഡ് വെച്ച് അതിനെ ജോയിൻ ചെയ്ത് ബുക്കിന്റെ രൂപത്തിലാക്കിയില്ലേ? എഴുതുമ്പോൾ നമുക്ക് ഒരുപാടായി പോയി. ഇത്രയും മതി കേട്ടോ. Then sixth one, ഇത്ര എഴുതി കഴിഞ്ഞിട്ട് sixth one. എഴുതിയോ? തെറ്റിക്കാതെ എഴുതാ. 2 ക്വസ്റ്റ്യൻ ആൻസറും കൂടി ഉണ്ട്. എഴുതി വരുന്നത് തമ്പ് തന്നെ. അതുലെ പെട്ടെന്ന് എഴുതുമോനെ.
ആയാ ആയില്ലേ? അതിലെഴുതിയില്ലേ? ഓക്കെ, ഇത് ക്ലിയർ ചെയ്യണേ. അടുത്ത ക്വസ്റ്റ്യൻ, സിക്സ്ത് വൺ. Why is the invention of the printing press a landmark in the history of mankind? Answer: the invention of the printing press invention of the printing press is a landmark in the history of mankind because ഇത്രയും നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളതാണ് കേട്ടോ. ബിക്കോസ് ക്വസ്റ്റ്യൻ കണ്ട് അധികം അത്ഭുതപ്പെടേണ്ട, ഇത്രയും നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉള്ളതാണ്. മാൻകൈൻഡ് വരെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉള്ളതാണ്. ഇനി ഉള്ളതാണ് ആൻസർ കേട്ടോ. മാൻകൈൻഡ് ബിക്കോസ് more copies of a book could be printed in less time. കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കോപ്പി നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റുന്നു. in less time. As a result, the cost of books came down and they became available even to the common man. Okay. ഇത് കണ്ട് ക്വസ്റ്റ്യൻ കണ്ടിട്ട് അത്ഭുതപ്പെടേണ്ട. ദ മാൻകൈൻഡ് വരെ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള the invention of the printing press is a landmark in the history of mankind വരെ ക്വസ്റ്റ്യനിലുള്ളതാണ്. ബാക്കി മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. Then seventh question answer. How do the blind read? എങ്ങനെയാണ് കണ്ണ് കാണാത്ത അല്ലെങ്കിൽ ബ്ലൈൻഡ് പീപ്പിൾ വായിക്കുക? ഇതാ, the blind read with the help of a special script called the Braille. B-R-A-I-L-L-E. In this script, the letters are formed, F-O-R-M-E-D, letters are formed
Letters are formed by dots. By dots. D-O-T-S. By dots. Deeply engraved. E-N-G-R-A-V-E-D. Deeply engraved on a paper. കുത്തുങ്ങനെ കുഴി പോലെ അല്ലേ, കുഴിയിൽ എഴുതുന്ന പോലെ കുത്തു പേപ്പറിൽ എൻഗ്രേവ് ചെയ്തിട്ട് ആണ് എഴുതുക. ഓക്കെ, ഇപ്പൊ ഇനി ഒരു കാര്യം, നമ്മുടെ സെമസ്റ്റർ 1 സോഷ്യല് കഴിഞ്ഞു. ഇനി അതിൽ കുറച്ച് GK കൂടെ ഒരു രണ്ടില്ല അല്ലെ, ഒന്നേ ഉള്ളൂ അല്ലെ. ഒന്ന് നിങ്ങൾക്ക് ഹോംവർക്ക് തന്നതും പിന്നെ ഒന്നും കൂടെ, അങ്ങനെ GK ഉണ്ട്. അതും കൂടെ കഴിഞ്ഞ് നമ്മുടെ സെമസ്റ്റർ ബുക്ക് കഴിഞ്ഞു. ഇനി വെള്ളിയാഴ്ച മുതൽ സോഷ്യലില് സെമസ്റ്റർ 2 ആണ് എടുക്കേണ്ടത് കേട്ടോ. കേട്ടില്ലേ? കേട്ടോ അതുലേ? ആ ഓക്കെ. അതുലെ എഴുതിയിട്ടാണോ ഇരിക്കുന്നത്? അതുലെ എഴുതി കഴിഞ്ഞു? ഓക്കെ, എല്ലാവരും എഴുതിയോ? സായി, ലക്ഷ്മി, ജോസി എഴുതിയോ? എന്താ ജോസി? മിസ് ഇനി തിങ്കളാഴ്ച ക്ലാസ് ഉള്ളൂ നമുക്ക് സോഷ്യലിൻ്റെത്. വെള്ളിയാഴ്ച ഇല്ല? വെള്ളിയാഴ്ച ഇല്ല. ഇല്ല, ഇതാ ടൈം ടേബിൾ എന്റെ പുറകിൽ തന്നെ ഉണ്ട് മിസ്സേ. എന്റെ ദൈവമേ, ഞാൻ ശനിയാഴ്ച ഒന്നുമില്ല, വെള്ളിയാഴ്ച ഒന്നുമില്ല, ആകെ തിങ്കളാഴ്ച മാത്രമേ ഉള്ളൂ. നോക്കട്ടെ, എനിക്ക് കിട്ടിയ ടൈം ടേബിൾ നോക്കട്ടെ. എനിക്ക് കിട്ടിയ ടൈം ടേബിൾ ഉണ്ടല്ലോ, വെള്ളിയാഴ്ച 5ാമത്തെ പീരീഡ്. നിങ്ങൾക്ക് വെള്ളിയാഴ്ച 5ാമത്തെ പീരീഡ് എന്താ ജോസി? എന്തായിരുന്നു എഡ്വിനെ? വെള്ളിയാഴ്ച 5ാമത്തെ പീരീഡ് നിങ്ങൾക്ക് എന്താ മിസ്സേ? വെള്ളിയാഴ്ച 5ാമത്തെ പീരീഡ് നിങ്ങൾക്ക് എന്താ? ജോസി കാണുന്നില്ല, പറഞ്ഞാ മതി. ജോസി അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞാ മതി. 5ാമത്തെ പീരീഡ് ഒന്നുമില്ല മിസ്സേ. 5ാമത്തെ പീരീഡ് അപ്പൊ 4ാമത്തെ പീരീഡ് മലയാളം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ക്ലാസ്സും ഇല്ല. പിന്നെ വെള്ളിയാഴ്ച 5ാമത്തെ പീരീഡ് നിങ്ങൾക്ക് സോഷ്യലാണ് കേട്ടോ, അവിടെ ചേർത്തോ. വെള്ളിയാഴ്ച 5ാമത്തെ പീരീഡ് 12:15.
12:15 സോഷ്യലാണ് കേട്ടോ. 12:15 ആ 12:15 ആയില്ലേ? ഓക്കെ. എന്താ മോളെ ലക്ഷ്മി കൈ കാണിക്കുന്നതാണോ? പറഞ്ഞോ. വെള്ളിയാഴ്ച 12:15 സയൻസ് ഉണ്ട്. എങ്ങനെ? ഫ്രൈഡേ 12:15 സയൻസ് ആണ്. 12:15 സയൻസ് ഉണ്ടോ? അപ്പൊ ഇവര് പറഞ്ഞ ഒന്നുമില്ലാന്ന്. സയൻസ് ഉണ്ട് ഇവിടെ. ഒരു മിനിറ്റ്, ഞാൻ നിങ്ങള് നോക്കാം. ഒരു മിനിറ്റ്. അവിടെ സയൻസ് ഉണ്ടല്ലോ വെള്ളിയാഴ്ച 12:15 പറഞ്ഞതുപോലെ. ഓക്കെ, അപ്പൊ നോക്കട്ടെ, ഞാൻ ടൈം ടേബിൾ പോയി ഒന്ന് നോക്കട്ടെ, അതിനുശേഷം പറയാം കേട്ടോ. നിങ്ങൾക്ക് തന്ന ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ കയറുക കേട്ടോ ക്ലാസ്സില്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തന്ന ടൈം ടേബിൾ അനുസരിച്ച് കയറുക. താഴെ പോയി നോക്കട്ടെ ടൈം ടേബിൾ എങ്ങനെയാന്ന്. എനിക്ക് തന്നതിൽ 12:15 സോഷ്യൽ എന്നാണ് ഉള്ളത്. എന്തായാലും ആഴ്ചയിൽ ഒരു ദിവസം മാത്രമായിരിക്കില്ല സോഷ്യല്. നമുക്ക് നോക്കാം, 2 ദിവസം ഉണ്ടാവും. മാറിപ്പോയതായിരിക്കാം, നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മുടെ ഫസ്റ്റ് GK കുറച്ചുണ്ട്. അതിപ്പോ എങ്ങനെ എടുക്കുക? അപ്പൊ എടുക്കട്ടെ. ആ GK ഒരു 10 മിനിറ്റ് കൂടി ഉണ്ട്. അതിന് ആ GK എടുത്ത് തീർക്കട്ടെ. എന്നാല് റെഡി ആണോ? റെഡി ആണെങ്കിൽ ഒന്ന് കൈ കാണിച്ചോ, നമുക്ക് ആ ടെക്സ്റ്റ് അങ്ങ് തീർക്കാം. റെഡി ആണല്ലേ? ഓക്കെ, നല്ല മക്കള്. അപ്പൊ ഓൾ ഓഫ് യു ടേക്ക് പേജ് നമ്പർ 262. അപ്പൊ നമുക്ക് അത് തീർക്കാലോ. ഓക്കെ, അപ്പൊ ലിസൺ GK ആണേ, ശ്രദ്ധിക്ക. പേജ് നമ്പർ 262. We write books. Given below are pictures of some modern Indian scripters. Sorry, Indian writers. One of the famous work is also given. Write the names of these writers. Choose from the box. നിങ്ങൾ എന്ത് ചെയ്യണം? താഴെ ഒരു 3, 2, 5, 8 പിക്ചേഴ്സ്, 8 ആൾക്കാരുടെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ തന്നെ അവരുടെ ഒരു ഫേമസ് വർക്കിന്റെ പേര്. ഇവരൊക്കെ റൈറ്റേഴ്സ് ആണ്. അതിൽ ഇവരുടെ ഒക്കെ എന്താടാ അതിലെ മിസ് ഇത് മിസ് ഹോംവർക്ക് തന്നെയല്ലേ? തന്നെ. അതിന്റെ ആൻസർ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോ നോക്ക്. അപ്പൊ അതിന് താഴെ തന്നെ ആ ഫേമസ് ബുക്കിന്റെ പേരും. ദീസ് ആർ ഇന്ത്യൻ റൈറ്റേഴ്സ്, മോഡേൺ ഇന്ത്യൻ റൈറ്റേഴ്സ് ആണ് ഇവരൊക്കെ. അവരെഴുതിയ ഒരു ഫേമസ് വർക്കിന്റെ പേര് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? റൈറ്റ് ദ നെയിം ഓഫ് ദീസ് റൈറ്റേഴ്സ്. ഇവരുടെ പേര് എഴുതണം. ഇവരുടെ ഫോട്ടോ നോക്കി നിങ്ങൾ പേര് കണ്ടുപിടിക്കാം. ഒന്നാമത്തെ ലേഡി, അവരുടെ ഫേമസ് വർക്ക് ആണിത്, ഇന്റർപ്രറ്റർ ഓഫ് മലേഡീസ്. ഇന്റർപ്രറ്റർ ഓഫ് മലേഡീസ്. ഹു ഈസ് ദാറ്റ് വൺ? അതാരാ അതിൽ കാണുന്നത്? അതിൽ ഓപ്ഷൻ ഉണ്ട്: അരവിന്ദ് ആദിക, റസ്കിൻ ബോൺ, കിരൺ ദേശായി, ചേതൻ ഭഗത്, അമിതാവ് ഘോഷ്, അരുന്ധതി റോയ്, വിക്രം സേത്, ജുംബ ലാഹിരി. These are the names of writers. You can find the names of each picture. First picture, first റൈറ്ററിന്റെ ബുക്കിന്റെ പേരാണ് ഇന്റർപ്രറ്റർ ഓഫ് മലേഡീസ്. That writer is Khaledha
തന്നിട്ടില്ലല്ലോ. ഫസ്റ്റ് വൺ ആരാ? ഫസ്റ്റ് പിക്ചർ ആരുടെയാ? അറിയോ? ആ ലേഡീനെ അറിയോ? സെക്കൻഡ് വൺ അറിയാം. അറിയുന്നത് തനിയെ ചെയ്ത് നോക്കിയേ. എത്ര പേരെ അറിയാം നിങ്ങൾക്ക്? ആരെ അറിയുന്ന? ആരെങ്കിലും അറിയുന്നുണ്ടോ? അല്ല മക്കളെ, ഇത് നമ്മൾ പഠിച്ചതല്ലേ? ഏതോ ഒരു GK തന്നെ ഇത് നമ്മൾ ചെയ്തതല്ലേ? ചെയ്തതല്ലേ മുഹമ്മദ്? ഇത് ചെയ്തിട്ടൊന്നുമില്ല. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ഉണ്ടായിട്ടാ. ഇതിൽ ഏതോ ഒരു ക്ലാസ് ഞാൻ എടുത്തതായി എനിക്ക് ഓർമ്മയുണ്ടല്ലോ. ഇതെടുത്തിട്ടില്ല. 3-ലാണോ? എവിടെയോ എടുത്തിട്ടുണ്ട് ഞാനിത്. 3 അറിയാന്ന്. ആരൊക്കെ കണ്ടുപിടിച്ചോ? ഒന്നാമത്തെ ജുംബ ലഹരി. രണ്ടോ? 2 അരവിന്ദ് അരവിന്ദ് അധിക. പിന്നെ ആറാമത്തെ അറിയോ? അരുന്ധതി റോയ്. ഓക്കെ, നിങ്ങൾ കണ്ടുപിടിക്കും. അറിയാം. അഞ്ചാമത്തെ പറഞ്ഞോ. പെട്ടെന്ന് ആൻസർ പറഞ്ഞു. രണ്ടാമത്തെ ഓക്കെ, കണ്ടുപിടിച്ചോ? ഞാൻ പറഞ്ഞുതരാം. ആൻസർ പറഞ്ഞുതരാം, നിങ്ങൾ കണ്ടുപിടിക്കും. അറിയുന്നത് എഴുത്. അറിയുന്നത് മാത്രം എഴുതാം. അറിയുന്നത് മാത്രം ചെയ്യാം. ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞുതരാം, ചെയ്തോ. നിങ്ങൾ ആൻസർ കണ്ടെത്തുന്നവരെ എനിക്ക് ടൈമില്ല, എന്താ വെച്ചാൽ ക്ലാസ് കട്ടായി പോകും. ഫസ്റ്റ് വൺ, ഇന്റർപ്രറ്റർ ഓഫ് മലേഡീസ്. ആ റൈറ്ററിന്റെ പേരാണ് ജുംബ ലഹരി. She is a famous writer. His famous work is Interpreter of Maladies. Jumba Lahiri, last one. Then second one, White Tiger. Written by Aravind Adiga. White Tiger written by Aravind Adiga. ആദ്യത്തേത് ഫസ്റ്റ് വൺ കാണും. White Tiger written by Aravind Adiga. Then third one, The Shadow Lines. The Shadow Lines written by Amitav Ghosh. The Shadow Lines written by Amitav Ghosh. Then fourth one, The Three Mistakes of My Life. The Three Mistakes of My Life. എന്റെ ജീവിതത്തിലെ 3 തെറ്റുകൾ. ആരാത്? ചേതൻ ഭഗത്. നാലാമത്തെ ഓപ്ഷൻ ചേതൻ ഭഗത്. Then next one, fifth one, The Inheritance of Laws. Inheritance of Laws written by Kiran Desai. Inheritance of Laws written by Kiran Desai. Then sixth one, The God of Small Things. Written by Arundhati Roy. The God of
Small Things written by Arundhati Roy. 7th one, The India I Love. The India I Love written by Ruskin Bond. The India I Love, that is written by Ruskin Bond. Last one, A Suitable Boy. A Suitable Boy written by Vikram Seth. Vikram Seth. ഒന്നും കൂടെ പറയാം. I repeat once more. All of you listen. First one, Interpreter of Maladies, Jhumpa Lahiri. The White Tiger written by Aravind Adiga. Second one, Aravind Adiga. Third one, Shadow Lines written by Amitav Ghosh. Amitav Ghosh. അന്ന അതാരായിരുന്നു? Cousin. Okay. Amitav Ghosh. Then fourth one, The Three Mistakes of My Life, that is written by Chetan Bhagat. The Inheritance of Loss written by Kiran Desai. The God of Small Things by Arundhati Roy. The India I Love, that is written by Ruskin Bond. Last one, A Suitable Boy written by Vikram Seth. അടുത്തത് നിങ്ങൾ ഹോംവർക്ക് ആയി ചെയ്യണേ. അടുത്തത് മാത്സ് പോലെയാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പൊ മക്കളെ ക്ലാസ് കട്ടായി പോകാനായി. ബൈ ബൈ, സി യു.